നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി 8:30 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുകയാണ്, രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. നമ്മളെല്ലാം മുൾമുനെ നിർത്തിക്കൊണ്ടുള്ള ആ അഭിസംബോധന, അതിനെക്കുറിച്ച് ആളുകൾ ഇപ്പോഴേ ആകാംക്ഷഭരിതരാണ്. എന്തായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറയാനുള്ളത്? പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ ഒന്ന് പേടിക്കും. കാരണം 10 വർഷം മുമ്പ് അദ്ദേഹം അഭിസംബോധന ചെയ്ത ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഒരു ഞെട്ടലോടെ ഇരിപ്പുണ്ട്. ഇതുവരെ മാറിയിട്ടില്ല. 2016 നവംബർ 8 തീയതി അദ്ദേഹം ഒരു അഭിസംബോധന നടത്തി. നോട്ട് നിരോധനം അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇവിടുത്തെ കള്ളനോട്ടുകൾ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു വലിയ പോരാട്ടമായിരുന്നു. അവസാനം എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വിചാരിച്ച, അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ രാഷ്ട്രം പ്രതീക്ഷിച്ചത് കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ പുറത്തു വരുമെന്ന. അതായത് ഈ സർക്കാരിന് സർക്കുലേഷനുള്ള വോട്ടുകളിൽ പലതും പുറത്ത് തിരികെ വരാതിരിക്കും എന്ന് കരുതി ആളുകൾ ക്യൂ നിന്ന് കഷ്ടപ്പെടുകയും അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. ചൂടിനകത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. 15 ലക്ഷത്തി ചില്ലുവാനും കോടി രൂപയുടെ നോട്ടുകൾ തിരിച്ചു വന്നു. ഏകദേശം 99.3% നോട്ടും തിരിച്ചു വന്നു. ആരും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ അർത്ഥം കള്ളവോട്ട് തേടിയുള്ള ആ ഒരു നിരോധനം പാളിപ്പോയി, പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും പല തവണ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പേടിയുണ്ട്. പക്ഷെ അതിനകത്ത് ആ നോട്ട് നിരോധനം കൊണ്ടുവന്നതിനകത്ത് പുള്ളി ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ഈ പുറത്തുള്ള പൈസകളെല്ലാം പിടിച്ച് 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന. അല്ല, അതിന് മുമ്പാണ് നടത്തിയത്. നോട്ട് നിരോധനം പറഞ്ഞപ്പോഴല്ല, അതിന് മുമ്പായിരുന്നു. അതൊക്കെ പിന്നെ എല്ലാവരും മറന്നുപോയി. ഇന്നിപ്പോ എന്താണാവോ, ഇന്നിപ്പോ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടല്ലോ പാർലമെന്റില്. അപ്പോൾ പരാജയപ്പെട്ട സർക്കാരിന് ക്ഷീണമായിപ്പോയി. മാത്രമല്ല ദയനീയമായ രീതിയിൽ പരാജയമായിപ്പോയത്. അപ്പോൾ അത് എന്നെ ഒന്ന് റീകൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ഒരു വാചകമാണ് പറഞ്ഞു, ഇത് പാസ്സായില്ലെങ്കിൽ അനുഭവിക്കുമെന്ന് പറഞ്ഞു. അത് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇത് അനുഭവിക്കും, ഇതിന്റെ അനുഭവം ഉണ്ടാവും. നോട്ട് നിരോധനത്തിന്റെ ജനമെല്ലാം അനുഭവിച്ചതുപോലെ എന്താണ് അനുഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ വനിതാ സംവരണ ബില്ല് പാസ്സാകാഞ്ഞത് കൊണ്ട് ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ചാവാം എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല, വെളിപ്പെടുത്തിയിട്ടുമില്ല. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിനാണ് പത്രസമ്മേളനം എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല. അല്ലേ? പത്രസമ്മേളനം അല്ല, രാജ്യത്തോട് അതെ, എന്താന്നുള്ളത് പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്താറില്ലല്ലോ. അദ്ദേഹം കാണാറില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഓടുക. അതെ. അപ്പൊ അങ്ങനെയുള്ള പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്യുന്ന ഒന്നിൽ മൻ കി ബാത് റേഡിയോ വഴിയുള്ള സംഭാഷണം അത് ഇടയ്ക്കിടയ്ക്ക് സംവദിക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ TV-യിൽ പ്രത്യക്ഷപ്പെട്ട് നടത്തുന്നത് വളരെ അപൂർവമാണ്. അത് ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു ഈ വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു 2 വർഷം മുമ്പ് ഒരു പ്രസ്താവന ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. അതിനു മുമ്പ് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അഭിസംബോധന ചെയ്തു. അങ്ങനെയൊക്കെ അല്ലാതെ നടത്തുന്നത് ഇപ്പോഴാണ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണിത്. എൻ്റെ ഒരു ബലമായ സംശയം, ഈ ബില്ല് പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം. അതെ, അവർക്കും അറിയാം. അതെ, BJP-ക്കും അറിയാം. അതെ. പിന്നെ എന്തുകൊണ്ട് അവർ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്? ആ ചോദ്യം പ്രസക്തമാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നത് ഈ വനിതാ സംവരണത്തിന് വേണ്ടി തങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു, തങ്ങൾ മാത്രമാണ് ശ്രമിച്ചത്, വേറെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനെതിരാണ്. അപ്പോൾ വനിതാ സംവരണം എന്ന് പറയുന്നത് BJP-യുടെ മാത്രം ഒരു അജണ്ടയാണ് എന്ന് ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, 2 സംസ്ഥാനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പുണ്ട്. ആ സമയത്ത് ഇത്തരം ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ വനിതാ സംവരണം നേരത്തെ കൊണ്ടുവന്ന 33% വനിതാ സംവരണം നിലവിലുണ്ട്. അത് പാസ്സാക്കിയിട്ടില്ല. അത് കൊണ്ടുവന്നത് 30 വനിതാ സംവരണം കൊണ്ടുവന്നത് കോൺഗ്രസ്സാ. അത് നടപ്പിലാക്കിയിട്ടില്ല. അത് അന്തസ്സുള്ള ഗവൺമെന്റ് ആണെങ്കിൽ, അത്രയും ആർജവമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അത് ആദ്യം നടപ്പാക്കണം. വനിതാ സംവരണത്തിന് ബില്ല് തയ്യാറാക്കിയിട്ട് ഇപ്പോൾ 3 വർഷമായി. അത് സർക്കാർ ഇങ്ങനെ ഭരണത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. 2022-23 അതെ അതെ. അത് പാസ്സാക്കാതെ 3 വർഷം കഴിഞ്ഞിട്ട് ഈ വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ ഡിലിമിറ്റേഷൻ മണ്ഡല പുനഃസംഘടന കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിന് കാരണമായത്. മാത്രമല്ല, മണ്ഡല സംവരണ പുനഃസംഘടനയിൽ ഇവർ വാഗ്ദാനം ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ കേട്ടാൽ ഇപ്പോൾ പ്രധാനമന്ത്രി പറയാൻ പോകുന്ന അതായിരിക്കും. അതായത് 50% വർധന സീറ്റുകളുടെ എണ്ണത്തിൽ വരുത്തി, ആ 50% വർധന
കേരളത്തിലും വരുത്തിയിട്ടുണ്ട്, കർണാടകയിലും വരുത്തിയിട്ടുണ്ട്, തമിഴ്നാട്ടിലും വരുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പക്ഷേ 50% വർധന എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. എണ്ണം മൊത്തം എടുക്കുമ്പോഴത്തേക്ക് അവിടെ കൂടി പോകുന്നു നോർത്ത് ഇന്ത്യയിൽ. ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏതാണ്ട് 5-6 സംസ്ഥാനം, ആ 5-6 സംസ്ഥാനങ്ങളുടെ അംഗസംഖ്യ മതി രാജ്യം ഭരിക്കുന്നതിന്. അതെ, മൃഗീയ ഭൂരിപക്ഷം കിട്ടും. അതാണ്. അതായത് ദക്ഷിണേന്ത്യയെ അവഗണിച്ചുകൊണ്ട്, ദക്ഷിണേന്ത്യയുടെ സഹായമില്ലാതെ തന്നെ ഒരു നല്ല ഭൂരിപക്ഷം ത്തിലെത്താൻ കഴിയുക എന്നുള്ളതായിരിക്കണം അതിൻ്റെ ലക്ഷ്യം. ഇന്നലെ ഞാൻ എവിടെ വായിച്ചു, അങ്ങനെ വരുവാണെങ്കിൽ ഒരുപക്ഷെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. ഈ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി ഈ രാജ്യം തന്നെ വിഭജിക്കാൻ പോലും കാരണമാകും എന്നുള്ളത് ഞാൻ എവിടെ വായിച്ചു. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുമെന്ന് ഭയമുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഭാഷാപരമായ പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട് കേരളത്തെക്കാൾ ഇക്കാര്യത്തിൽ വളരെ വികാരം കൊണ്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ മുഖ്യമന്ത്രി പിന്നെ ബില്ലിൻ്റെ കോപ്പി കത്തിച്ചു. നമ്മളൊന്നും ചെയ്തിട്ടില്ല. കറുത്ത വസ്ത്രം അണിഞ്ഞ് പിന്നെ പ്രത്യക്ഷപ്പെട്ടു മുഖ്യമന്ത്രി, മന്ത്രിമാരും ഒക്കെ പ്രചരണം നടത്തി. അത് തമിഴ്നാട് മുഴുവൻ ജനങ്ങളോട് വീടുകളിൽ കറുത്ത വസ്ത്രം അണിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ വളരെ വൈകാരികമായിട്ട് ഇതിനെ കാണുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തെലങ്കാന, കർണാടക, ഇതെല്ലാം തെലങ്കാനയും ഒക്കെ അങ്ങനെ തന്നെ, ആന്ധ്രാപ്രദേശ് എല്ലാം തന്നെ. ഇത് അങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇനി അതൊരു രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധത്തിലേക്ക് പോകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു എന്താണ് എന്നുള്ളത് ഇന്ന് പ്രധാനമന്ത്രി പറയുന്ന വാക്കുകളിൽ നമുക്ക് വേർതിരിച്ചെടുക്കാം. വെറുതെ അദ്ദേഹത്തിന്റെ വരികൾക്കിടയിലും വായിക്കേണ്ടി വരും. എന്താണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് BJP ലക്ഷ്യം വയ്ക്കുന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അഡ്രസ്സ് വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. വെറുതെ കയറി പ്രധാനമന്ത്രി അങ്ങനെ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ ഇനി വനിതാ സംവരണം അല്ലാതെ വേറെ എന്തെങ്കിലും വിഷയമാണോ എന്ന് ഇപ്പം അതാണ് സംശയം. അല്ല, കാരണം ഇപ്പോൾ ഈ ഒരു പിന്നെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈ എണ്ണയുടെ പ്രതിസന്ധി, ഗ്യാസിന്റെ പ്രതിസന്ധി, ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെക്കുറിച്ചോ എന്തെങ്കിലും പ്രസ്താവന എടുത്താനും ആകാം. അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാവാം. പക്ഷെ അത് അതിന് മുമ്പ് വേണേ ആയിക്കോട്ടായിരുന്നു, ഇന്നലത്തിന് മുമ്പ് ആയിക്കോട്ടായിരുന്നു. ശരിയാ, നേരത്തെ ആകാമായിരുന്നു. യുദ്ധം തുടങ്ങിയത് ഇന്നലെയോ ഇന്നോ അല്ലല്ലോ. അത് പ്രധാനമന്ത്രിയല്ലേ തീരുമാനിക്കുന്നത് എപ്പോൾ വേണമെന്നുള്ളത്. അല്ല, എന്നാലും നമുക്ക് സാമാന്യമായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇന്നലെ വനിതാ ബില്ലിന് മുൻപ്, ഇത് യുദ്ധം തുടങ്ങിയിട്ട് മാസമായി, ഫെബ്രുവരി 28 ഇതിന്റെ തുടക്കമിടുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇന്നിപ്പം ഏപ്രിൽ 18 ഇത്രയും ദിവസമായിട്ട് പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ച്, അതിൻ്റെ വരും വരായികളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാം, രാജ്യത്തോട് സംസാരിക്കാം. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്നലെ വനിതാ ബില്ല് പരാജയപ്പെട്ടപ്പോഴാണ് ഇന്ന് വിടുന്നതിനെ. അത് സ്വാഭാവികമായിട്ടും വനിതാ ബില്ലിനെ കുറിച്ചാണ് എന്നുള്ള ഒരു സംശയത്തിന് ബലപ്പെടുത്തുന്നുണ്ട്. പക്ഷേ യുദ്ധവും കൂടെ പുള്ളി അദ്ദേഹം പരാമർശിച്ചുകൂടായികയില്ല. പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഏറ്റവും ആസ്വദിക്കുന്ന ഒരാളാണ്. റെഡ് ഫോർട്ടിൽ 12 തവണ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. എനിക്കൊന്ന റെക്കോർഡാണ്, ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഇത്രയും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ 3 ടേം ഇരുന്നുകൊണ്ട് സാധിച്ചാണത്. അതുപോലെ തന്നെ US കോൺഗ്രസ്സിൽ 2 തവണ US കോൺഗ്രസ്സിനെ അഡ്രസ്സ് ചെയ്ത ഏക പ്രധാനമന്ത്രിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പിന്നെ വേൾഡ് വൈഡായിട്ട് എത്രയോ രാഷ്ട്രങ്ങളിൽ പോയി അദ്ദേഹം പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണങ്ങളെല്ലാം അദ്ദേഹം ആസ്വദിച്ച് ഭംഗിയായിട്ട് പ്രസംഗിക്കാൻ കഴിവുണ്ട്, അത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് 8:30 അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് പുള്ളി ഈ പറയുന്നതെല്ലാം പുള്ളി ഹിന്ദിയിലാണ് പറയുന്നത്, ഈ പ്രസംഗിക്കുന്നതെല്ലാം ഹിന്ദിയിലാണ്. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ. പരിഭാഷപ്പെടുത്തി പിന്നാലെ വരുന്നുണ്ട്.